ചെയ്യുമ്പോൾ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനെയാണോ വി.എസ്. അച്യുതാനന്ദനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പിണറായി വിജയൻ. ഈ ചത്തവനെ പിന്നെയും കുത്തരുന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ലില് ചിലവർ ചത്താലും പിന്നെയും കുത്താനുള്ള സ്പേസ് അവരാക്കി തന്നെ ഉണ്ടാക്കി കൊടുക്കും. അത്തരത്തിലുള്ള വീഡിയോ നമ്മളിപ്പോ തുടക്കത്തിൽ കണ്ടത്. ആരെ കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലായോ? സരിനെയൊക്കെ ഒരു പരിധി വരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. കാരണം സരിനെ പോലെ സിവിൽ സർവീസ് ഒക്കെ ഉള്ള ഒരു സ്ഥാനാർത്ഥി പാലക്കാട് UDF-ൻ്റെതായി വരണം എന്ന് ഒരു പരിധി വരെയൊക്കെ ഞാൻ ആഗ്രഹിച്ച ഒരാളാണ് വ്യക്തിപരമായി. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ പറയുന്നതിന് ഒരു മടിയില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഒരു കോൺഗ്രസ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് വിചാരിച്ച തീവ്ര കൊങ്ങിയല്ല. ഓക്കെ, പക്ഷെ സരിന്റെ ആ ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഈ തുടക്കത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ പ്രോഗ്രാമാണ് റോഷ്നി നമ്മൾ റോഷ്നിയുടെ പ്രോഗ്രാം നമ്മൾ ഓൺലൈൻ മീഡിയ നിൽക്കുന്ന കാലം വരെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ അവിചാരിതമായിട്ടാണ് ഷാഫി പറമ്പിലുമായിട്ടുള്ള റാപ്പിഡ് ഫയർ ഞാൻ കാണുന്നത്. അതായത് ഇതല്ല, വടകര തെരഞ്ഞെടുപ്പ് സമയത്ത്. പിന്നീട് രാഹുൽ മാങ്കോട്ടത്തിലായിട്ടുള്ള റാപ്പിഡ് ഫയർ കണ്ടു. ഷാഫിയോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയാണ് രാഹുലിനോട് ചോദിച്ചത്. എന്നാൽ പിന്നെ സരിനെയും കൂടെ കാണണമല്ലോ എന്ന് വെച്ചിട്ടാണ് തേടി പിടിച്ചു പോയിട്ട് ഞാൻ ആ സാധനം കണ്ടത്. അതിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിണറായി വിജയനാണോ ഉമ്മൻചാണ്ടിയാണോ ഏറ്റവും നല്ല മുഖ്യമന്ത്രി? കേൾവി ശക്തിയില്ലാത്ത കുട്ടികൾക്ക് കേൾവി ശക്തി നൽകാൻ വേണ്ടിയുള്ള പദ്ധതികൾ, കാരുണ്യ പദ്ധതി, അങ്ങനെ തുടങ്ങി എന്തെല്ലാം പദ്ധതികൾ. വേറെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് നമ്മൾ മുഖ്യമന്ത്രി. അതിന് ഏറ്റവും വലിയ അപവാദമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഭരണ നേതാവ്, അതായത് നമ്മുടെ പിണറായി സഖാവ്. ഏറ്റവും അപവാദം എന്ന് പറയേണ്ടി വരും. വേറൊന്നും കൊണ്ടല്ല, കാരണം അദ്ദേഹം നമ്മൾ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത രാജ്യത്ത് അദ്ദേഹം നടക്കുന്നത് എങ്ങനെയാ? എത്ര സുരക്ഷിതമായിട്ട് കരിങ്കൊടി ഇപ്പൊ കാരണം ഹൈക്കോടതി അതിനെ റിജക്ട് ചെയ്ത് കളഞ്ഞല്ലോ. ആർക്കും പ്രതിഷേധിക്കാം, കരിങ്കൊടി ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അതേസമയം ജനകീയനായ ഉമ്മൻചാണ്ടി സർക്കാർ രാത്രി 12 മണി വരെ ഏതൊരുത്തരും കയറി അദ്ദേഹത്തെ കാണാം, ജനകീയ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തെ കാണാം. ജനസമ്പർക്ക പരിപാടികളിലൂടെ ജനങ്ങളുടെ മനസ്സ് തൊട്ടറിഞ്ഞ് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും കുടിച്ചുകൊണ്ട് 12, 18 മണിക്കൂറുകളോളം ജനങ്ങൾക്കൊപ്പം നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന നാടാണ്. അവിടെ ആ പദ്ധതിയെ കോപ്പി അടിച്ചുകൊണ്ട് നവകേരള യാത്ര എന്ന് പറഞ്ഞ് ആഡംബരങ്ങൾ പൊട്ടിച്ചുകൊണ്ട് കോടികൾ കൊണ്ടൊരു ബസ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആനയും അമ്പാരിയും അണ്ടിപ്പരിപ്പും നിന്നുകൊണ്ട് യാത്ര നടത്തി. ആ യാത്ര പോലും വിവാദത്തിലായി മാറി. അതിന്റെ പൈസ പോലും ഖജനാവിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞ ഒരു മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് വെച്ചിട്ട് പറയുകയാണ് ഉമ്മൻചാണ്ടിയേക്കാൾ ഭേദം പിണറായി വിജയൻ. ആരാ പറയുന്നത്? ഡോക്ടർ സരിൻ. ഇയാളാണ് പറയുന്നത് UDF-ന്റെ കോൺഗ്രസിന്റെ ഐഡിയോളജി കണ്ടുകൊണ്ട് താൻ സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നു എന്ന്. ആ മനുഷ്യന്റെ പ്ലക്കാർഡുകൾ ഉയർന്ന് കാണപ്പെട്ടു പാലക്കാട്. ഞാൻ ആലോചിച്ചത് എന്തിനാണ് ഇത്? അതായത് ചാണ്ടി ഉമ്മനേക്കാൾ ഉമ്മൻചാണ്ടിയുടെ ശേഷക്കാരനായി ആളുകൾ കാണുന്നത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെയാണ്. ആ ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയാണെന്ന് കോൺഗ്രസ്സുകാരല്ല, അവിടുത്തെ ഇടതുപക്ഷക്കാരും BJP-ക്കാരും ഉന്നയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടിയ പടം ഉമ്മൻചാണ്ടിയുടേതായിരുന്നു. അത് സരിനുള്ള മറുപടിയായിരുന്നു കൃത്യമായി. എടാ, നിന്റെ പിണറായി വിജയൻ അല്ല, ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നേതാവിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പേര് VS അച്യുതാനന്ദനാണ് എന്ന് എടുത്തു പറയുന്ന ഒരു വിജയം പാലക്കാടിന് സമ്മാനിച്ചത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. രോഹിതിന് ഒരു കാര്യം മനസ്സിലായില്ലേ? കറക്റ്റ് ആയിട്ട് സരിന്റെ സ്വഭാവത്തിന് ചേർന്ന പാർട്ടി തന്നെയാണ് ഇപ്പൊ ചെന്ന്. ഉറപ്പായിട്ടും നമുക്ക് സരിൻ ഇപ്പോ അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. ആയിക്കോട്ടെ, നിങ്ങൾ കൊണ്ട് നടന്നോളൂ. അവർ നക്ഷത്രമാവുകയോ വാൽ നക്ഷത്രമാവുകയോ കള്ള നക്ഷത്രമാവുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഈ ചോദ്യം പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകയായ റോഷ്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് നന്ദി പറയാണ്. കാര്യം ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം റോഷ്നി പോലും ചിന്തിക്കാത്ത ഒരു സാധനമായി യഥാർത്ഥ മുഖം കൊണ്ടുവന്ന് ഇത്തരത്തിൽ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് നോക്കൂ. ഇതിൽ ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കൂട്ടത്തിനോടും ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, ഇടതുപക്ഷ ഐഡിയോളജിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം എന്താണ്? അപ്പോൾ ഷാഫി പറമ്പിൽ അതിന് സമർത്ഥമായി പറഞ്ഞൊരു മറുപടി എന്താണ്? ശ്രദ്ധിക്കണം, അവിടെയാണ് നേതാക്കന്മാരുടെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷാഫി പറമ്പിൽ കൃത്യമായി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ഇടതുപക്ഷ ഐഡിയോളജിയിൽ ആരെയും അടിമകളാക്കി വെച്ചുകൊണ്ടുള്ള ഐഡിയോളജിയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ അവരുടെ കേന്ദ്ര കമ്മിറ്റി എടുക്കുന്ന സീതാറാം യെച്ചൂരിയെ പോലെയുള്ള നേതാക്കന്മാർ എടുക്കുന്ന ഈ പറയപ്പെടുന്ന നിലപാടുകളോട് ഞങ്ങൾ യോജിപ്പുണ്ട്. കാരണം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അദ്ദേഹം. ഒരു നേതാവിൽ സമർത്ഥമായ ഉത്തരമാണ് അവിടെ പറയുന്നത്. ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, എനിക്ക് ഷാഫി പറമ്പിൽ ഒറ്റ പേരെ പറയാനുള്ളത് ഉമ്മൻചാണ്ടി എന്ന്. കാരണം അദ്ദേഹത്തിന്റെ ദൈവം ഉമ്മൻചാണ്ടിയാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ദൈവം ഷാഫി പറമ്പിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് പേരുണ്ട്, ഉമ്മൻചാണ്ടി ഇഷ്ടമാണ്, കെ കരുണാകരനെ ഇഷ്ടമാണ്, ഇങ്ങനെ പല പേരുകൾ പറയുന്നുണ്ട്. ഇടതുപക്ഷത്ത് നിന്ന് ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രി ആരാണ്? അച്യുതമേനോന്റെ പേരാണ്. ആരാ പറയുന്നത്? ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ അവർ വളരെ ബുദ്ധിപരമായി സരസമായി ഇതിന് മറുപടി പറയുമ്പോൾ ഇയാൾ എന്തൊക്കെയോ ആവേശം കൊണ്ട് കൂടെ നിൽക്കുന്ന ആളുകളുടെ ആർത്തുവിളിക്ക് വേണ്ടി, കയ്യടിക്ക് വേണ്ടി ഇത് പറയുമ്പോൾ ഇവർ ചിന്തിക്കണ്ടേ ഉമ്മൻചാണ്ടിയെ മറന്നുകൊണ്ട് ഏതൊരു ഇടതുപക്ഷം ഈ പറയപ്പെടുന്ന പിണറായി വിജയന്റെ പോലും കണ്ണ് നിറയിപ്പിച്ചു ഉമ്മൻചാണ്ടിയുടെ ഭരണം. അതിനുശേഷം അവിടെ പുതുപ്പള്ളി ചെയ്തിട്ട് ഇയാൾ വികസനം ചെയ്തില്ല എന്ന് പറയുന്നു. ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി കൊണ്ട് പണി തീർത്ത
പല പദ്ധതികളുടെയും ഉദ്ഘാടനം നടത്തിയിട്ടാണ് ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ ആളായി മാറിയത്. എല്ലാ പദ്ധതികളും ഇപ്പൊ നമ്മുടെ വൈറ്റില പിന്നെ അതുപോലെ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ്, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്, ഇതെല്ലാം കോൺഗ്രസ്സുകാരാണ് തുടങ്ങിയത്. അടിത്തറയിട്ടത് അവരാണ്. കെ കാലത്താണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നത്. അന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഞങ്ങളുടെ നെഞ്ചത്തൂടെ ഫ്ലൈറ്റ് പറത്തുള്ളൂ എന്ന് പറഞ്ഞ് ശർമ്മയും ടീമും പിന്നെ അതിന്റെ സിയാലിന്റെ ടോപ്പിക് എറിയുന്നത് നമ്മൾ കണ്ടതാണ്. ഈ പറയപ്പെടുന്ന കൊച്ചിൻ മെട്രോ പദ്ധതിക്ക് തറക്കല്ലിട്ടപ്പോ ഇവിടുത്തെ CPM-കാർ അവിടെ ചുമന്ന കൊടിയുമായിട്ട് പോയതാണ്. വിഴിഞ്ഞം പദ്ധതി അവിടെ തടഞ്ഞു വെച്ചത് ഇവരാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇവർ തടഞ്ഞു വെച്ചത് ഇവരാണ്. നോക്കൂ, ഇപ്പോഴത്തെ സീപ്ലെയിൻ മരുമോൻ മന്ത്രി തിരിച്ചുകൊണ്ട് കയറിപ്പോയ സീപ്ലെയിൻ പദ്ധതി അവിടെ കൊണ്ടുവന്ന തിലോപ്പി കുഞ്ഞുങ്ങൾക്ക് പനി പിടിക്കും, തിലോപ്പി കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്താ പറയാ അസ്വസ്ഥത ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ പൊടിച്ചിറക്കിയ ഇന്ന് കേരളം ഫുൾ ഡിജിറ്റലൈസേഷൻ ആണെന്ന് പറഞ്ഞ് വലിയ അർമാദം നടത്തുന്നുണ്ടല്ലോ. ഇത് കൊണ്ടുവന്നാൽ കമ്പ്യൂട്ടർ കൊണ്ടുവന്നാൽ ഇത്ര ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും എന്ന് പറഞ്ഞ് സമരം തുടങ്ങിയ ട്രാക്ടറിനെതിരെയും കമ്പ്യൂട്ടറിനെതിരെയും സമരം ചെയ്ത വേറൊരു രാഷ്ട്രീയ സംഘടന വേറെ ഏതായിരിക്കും ഉണ്ടാവുക? നോക്കൂ, ആധുനികവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ ഇവന്മാരൊക്കെ ഭരിക്കുന്ന പഞ്ചായത്തുകളിലൂടെ അത് പോയി നോക്കണം. ഈ ഒരു ഐഡിയോളജിയും ഇല്ലാതെ ജനങ്ങളെ പറ്റിക്കണം. ഇവരുടെയൊക്കെ വിചാരം ജനങ്ങൾക്ക് ഈ കിറ്റും പെൻഷനും കൊടുത്ത എല്ലാമായി സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ അടച്ചു ഭരിക്കാമെന്ന് വിചാരിച്ചു കൊടുക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നല്ലതാണ് ശാരിക. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എല്ലാവരും ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഉമ്മൻചാണ്ടിയും വരെ കമ്മ്യൂണിസ്റ്റുകളാണ്. അങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അവരൊക്കെയാണ്. നോക്കൂ, എന്തൊക്കെ അപവാദങ്ങൾ അവിടെ അടിച്ചു. രോഹിത് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒരു മൈക്കുമായിട്ട് ഇറങ്ങി. നമ്മൾ വെറുതെ ഒന്ന് ഏതെങ്കിലും ഒരു ഗ്രാമാന്തര പ്രദേശത്തേക്ക് ചെന്നാൽ അവിടെ ഏതെങ്കിലും ഒരു കർഷകനോട് ചോദിക്കൂ ഭരണം എന്ന് ചോദിച്ചാൽ അവർ ഒറ്റ ആട്ട് വെച്ച് തരും. എനിക്ക് അനുഭവം ഉണ്ട്. ഒരു ചാനലിന് വേണ്ടി ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒരു കണ്ടന്റ് ഞാൻ കൊടുത്തു. നിങ്ങൾക്ക് ഒരു ദിവസം മുഖ്യമന്ത്രി ആയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഒരു ചേട്ടൻ രസകരമായി പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം ചെയ്യാതിരിക്കും. നോക്കൂ, ഈ മനുഷ്യനെ കാണുമ്പോൾ മുഖം തിരിച്ചു നോക്കൂ. ഇന്നലെ കണ്ടാലേ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോവാ. അതും പിന്നെ ഈ വളവിൽ ഓവർടേക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഈ 10-12 വാഹനങ്ങൾ വളവിൽ ഓവർടേക്ക് ചെയ്തൊരു അമ്മ സ്കൂട്ടർ തിരിക്കുന്നത് ചവിട്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ ബാക്കിൽ എല്ലാം ചെന്ന് ഇടിക്കുകയാണ്. എന്നിട്ട് കേസുണ്ടോ? ഒരു കേസുമില്ല. ഇവന്മാർ എന്ത് കാണിച്ചാലും ഒരു കേസ്. ആരെ കാണിക്കാനാണ് ശാരികയെ ഈ കിടന്ന് ഇവർ ഈ പറയുന്നത്? എന്നിട്ട് അദ്ദേഹമാണ് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ ഉളുപ്പില്ലാത്ത സരിൻ. അത് മുഹമ്മദ് റിയാസ് പറയുകയോ റഹീം പറയുകയോ വസീബ് പറയുകയോ അവരൊക്കെ പറഞ്ഞോട്ടെ, സ്വരാജ് പറയുകയോ ഇവരൊക്കെ പറഞ്ഞോട്ടെ. ഇത് പറയുന്നവനാരാ? ഇന്നലെ വരെ ഞാൻ പറയാം, ഇയാള് MBBS ഡോക്ടറായിരുന്നു, IAS കാരനാണ്, അദ്ദേഹം ഇതെല്ലാം രാജിവെച്ചിട്ട് കോൺഗ്രസിലേക്ക് ഇറങ്ങി വന്നു. വലിയ കാര്യം, കോൺഗ്രസ് അദ്ദേഹത്തിന് ഒറ്റപ്പാലത്ത് സീറ്റ് കൊടുത്തു. അദ്ദേഹം മത്സരിച്ചു, പരാജയപ്പെട്ടു, ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഹെഡാക്കി. അവിടെ ഇരുന്നപ്പോൾ ഇയാൾക്ക് VD സതീശിനെക്കാട്ടി വലിയ ആളാകണം. അങ്ങനെ അവിടെ ഉറപ്പായിട്ട് ഇവർക്ക് കാര്യം മനസ്സിലാക്കി ഇവരെ ഒന്ന് അകന്നൊക്കെ നിന്നു. പാലക്കാട് സീറ്റിന് ശ്രമിച്ചു, കിട്ടിയില്ല. ഓക്കെ, അവിടെ വരെ ഓക്കെ, അത് രാഷ്ട്രീയത്തിൽ സംഭവിക്കാവുന്നതാണ്. പിന്നെ ഇയാൾ പാർട്ടി മാറി, അത് ഞാൻ കുറ്റം പറയുന്നില്ല. അയാൾ പാർട്ടി മാറി. പാർട്ടി മാറിയിട്ട് നീ ഇന്നലെ വരെ ദൈവം എന്ന് പറഞ്ഞവനെ ഇന്നിറങ്ങി വന്നിട്ട് തന്തയ്ക്ക് വിളിക്കാൻ എങ്ങനെ എന്താ പറയേണ്ടത്? ഇത് തന്നെയാണ് സന്ദീപ് വാര്യരുടെ കേസിന് സംഭവിക്കുന്നത്. ഇന്നലെ വരെ അദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ടിരുന്ന രീതികൾ അതെ, ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ സംവിധാനങ്ങളെ മാറ്റുവാണ്. ഈ കെ സുരേന്ദ്രനൊക്കെ സന്ദീപ് വാര്യരെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തക്ക കാരണങ്ങളുണ്ട്. ഇപ്പോ സരിനെ മാറ്റി നിർത്തി, സരിന് ഒറ്റപ്പാലത്ത് 1.5 വർഷത്തിന് ശേഷം അവിടെ ഇലക്ഷൻ വരുവാ. അവിടെ മത്സരിക്കാം. പറ്റത്തില്ല, പാലക്കാട് മത്സരിക്കണം. അപ്പോ ഈ പറയപ്പെടുന്ന വരുന്ന ഒരു പ്രോഗ്രാം കളിച്ചു. ഇപ്പോൾ എന്ത് സത്യം പറഞ്ഞ എന്റെ പൊന്നു സാറിന് ഞാൻ സാറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, സാറിൻ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടു നോക്കിയിട്ട് ഈ നമ്മുടെ വീഡിയോ കാണണം, ഈ പറയപ്പെടുന്ന റിപ്പോർട്ടർ ടിവിയുടെ വീഡിയോ കാണണം. കണ്ടിട്ട് ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഒരു ആത്മപരിശോധന നടത്തണം. ഞാനത് പറഞ്ഞത് ശരിയാണോ? പിണറായി വിജയനാണോ ഉമ്മൻചാണ്ടിയേക്കാൾ മികച്ച മുഖ്യമന്ത്രി? ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. സരിനത് പറയാൻ പാടില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞോട്ടെ, അതും പോട്ടെ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും പറയാത്ത അടുത്ത വാചകം ഉമ്മൻചാണ്ടിയെ വിട്ടേക്കെ, നിങ്ങളുടെ പാർട്ടിക്കാരനല്ല, VS അച്യുതാനന്ദനേക്കാൾ മികച്ച ഭരണാധികാരിയായിരുന്നു ഈ പറയപ്പെടുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ എങ്ങനെയാണ് കാലം നിങ്ങളോട് പൊറുക്കാൻ കഴിയുക? ഒന്ന് ഓർത്തു നോക്കണം.